പണ്ട് നമ്മുടെ സൗരയൂഥത്തിൽ മൊത്തം 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു. കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹം അഥവാ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന പട്ടികയിൽ ആക്കി. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡ്വാർഫ് പ്ലാനറ്റ്സിനെ പറ്റി സംസാരിക്കാം. സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായ ആകാശഗോളങ്ങളെയാണ് ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. 2006 നൽകിയ നിർവചനം അനുസരിച്ച് അതുവരെ ഗ്രഹമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്ലൂട്ടോവിനെ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന പട്ടികയിലേക്ക് മാറ്റി. 1930 പ്ലൂട്ടോയെ കണ്ടുപിടിക്കപ്പെട്ടത്. വളരെ ശക്തമായ ടെലസ്കോപ്പുകൾ കൊണ്ട് മാത്രമേ നമുക്ക് പ്ലൂട്ടോയെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ദീർഘവൃത്താകൃതിയിലുള്ള പഥത്തിലൂടെ സഞ്ചരിക്കുന്ന പ്ലൂട്ടോ 248 വർഷം കൊണ്ട് സൂര്യനെ ഒരു തവണ ചുറ്റിവരും. അതുകൊണ്ട് തന്നെ കുറച്ചുകാലം നെപ്റ്റ്യൂണിൻ്റെ സഞ്ചാരപഥത്തിലായിരിക്കും പ്ലൂട്ടോ ഉള്ളത്. പ്ലൂട്ടോവിന് ചാരോൺ എന്ന വലിയ ഉപഗ്രഹമുണ്ട്. കൂടാതെ നിക്സ്, ഹൈഡ്ര എന്നീ ചെറു ഉപഗ്രഹങ്ങളുമുണ്ട്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്ട്രോയിഡ്സിൽ പ്രധാനിയായ സിരീസ് ആണ് വാമനഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്തു കിടക്കുന്നത്. 1801 സിറിയസ് കണ്ടുപിടിക്കപ്പെട്ടത്. 2005 കണ്ടുപിടിക്കപ്പെട്ട് 2006 സ്ഥിരീകരിക്കപ്പെട്ട ഈരീസ് എന്ന വാമനഗ്രഹവും പ്ലൂട്ടോവിനേക്കാൾ വലുതാണ്. ഡിസ്നോമിയ എന്ന പേരിൽ ഒരു ഉപഗ്രഹം ഇതിനുണ്ട്. ഡ്വാർഫ് പ്ലാനറ്റ്സ് പട്ടികയിൽ സ്ഥാനാർത്ഥികളായി വേറെയും ആകാശഗോളങ്ങളുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.